രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്ന വീഡിയോ BDF ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. 500 ഗ്രാം ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിത് പ്രഷർ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് കുക്കർ അടച്ചു വെച്ച് ബീഫ് വേവിക്കാം. പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 4 വിസിൽ വരുന്നതുവരെ വേവിക്കുക. ബീഫ് 80% വെന്താൽ മതി, അല്ലെങ്കിൽ ബീഫ് കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ ബീഫ് വെന്ത വെള്ളം മാറ്റി വെക്കണം. മസാല തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വലിപ്പത്തിൽ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾക്ക് BDFനുള്ള മസാല തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ മുളക് ചതച്ചത്, 3/4 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടേബിൾ സ്പൂൺ ബീഫ് സ്റ്റോക്ക്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ബീഫിൽ തേച്ച് പിടിപ്പിക്കുക. മുപ്പത് മിനിറ്റ് നേരം ഫ്രിഡ്ജിലോ വെളിയിലോ റെസ്റ്റിൽ വയ്ക്കുക. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായി വെച്ച് വറുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബീഫ് ഓരോന്നും ഒട്ടാതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്യുക.
ഇളക്കിയിട്ട ശേഷം ഒരു 1.5 മിനിറ്റ് കൂടി ഫ്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കീറിയതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്രൈ ചെയ്യുക. എല്ലാത്തിനും കൂടി 1.5 മിനിറ്റ് എടുക്കാവൂ. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ഞാൻ ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തത്. നമ്മുടെ BDF റെഡിയായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.